ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്, ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസാണ് നമുക്കുള്ളത് നോക്കാം, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ലേസിനെസ് ആണ്. മടിയൻ മടിച്ചി. അപ്പോൾ ഇന്ന് എഴുന്നേൽക്കുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും. വളരെ ലേറ്റായിട്ട് എണീറ്റ് മടി പിടിച്ച് കുത്തിയിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. കാരണം ഇന്ന് സമയമുണ്ട്. അപ്പോൾ വിചാരിക്കുന്നത് എന്താണ്, പതുക്കെ ഡാങ്കി എല്ലാം ചെയ്യാം, മണ്ടി എല്ലാം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വളരെ പതുക്കെ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നെല്ലാം സക്സസ്ഫുൾ ആണ്. അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ വിചാരിച്ച് അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കും. അതിനെല്ലാം നിങ്ങൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യമായി സമയങ്ങളിൽ നടക്കുമെന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നവർ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും മടി എന്ന് പറയുന്നത് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഒരു പണിയെടുക്കും, കുറച്ച് നേരം പോയി കിടക്കും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, വീണ്ടും പണിയെടുക്കും, പോയി കിടക്കും, റെസ്റ്റ് എടുക്കും. കാരണം സമയമുണ്ടല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ലേസിനെസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കാർഡ്, ലേസിനെസ്. നോക്കാം രണ്ടാമത്തെ കാർഡ്, ഹാർമണിയാണ്. അപ്പോൾ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയോടൊപ്പം ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളുള്ളൊരു ദിവസമാണ് ഇന്ന് ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ എല്ലാവരും കൂടി പുറത്തു പോകുന്നുണ്ടായിരിക്കും, എല്ലാവരും കൂടെ ഒത്തുചേർന്ന് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ വെറുതെ സൊറ പറഞ്ഞിരിക്കുന്നതാവാം, ഒരുമിച്ച് TV കാണുന്നതാവാം, ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നതാവാം, വെറുതെ ഒരു കപ്പ് ചായ, വൈകുന്നേരങ്ങളിൽ ചായ എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുന്നതാവും. അതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെങ്കിൽ പോലും അതൊക്കെ വലിയ വലിയ മെമ്മറീസ് ആണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമുക്കുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ കൂടുതലും ഒന്നുകിൽ അത് യാത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും, രണ്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ടെൻഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കൊച്ചു കൊച്ചു ഓർമ്മകളായിരിക്കും, പക്ഷേ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പിന്നീട് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ അവർക്ക് പഴയ അവരുടെ അമ്മ വീട്, അതായത് അവരുടെ സ്വന്തം വീട്ടിൽ ഉള്ള നല്ല നല്ല ഓർമ്മ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കസിൻസൊക്കെ വന്നപ്പോൾ ഉള്ള ഒരുമിച്ചുള്ള ട്രിപ്പുകളോ, ഒരുമിച്ചിരുന്നിട്ടുള്ള ഗെറ്റ് ടുഗദറുകളോ, ഒരുമിച്ചുള്ള ഫുഡിങ്ങുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ദിവസമാണ്. ഒരുമിച്ച് കുറേ ആളുകൾ കൂടിയിരിക്കും, ഫാമിലി മെമ്പേഴ്സാണ്, എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്ന നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഫാമിലി റീയൂണിയൻ്റെ കാർഡാണിത്. ഓക്കെ, അപ്പോൾ ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നതാകാം, ഫാമിലിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം, പുറത്ത് പോകുന്നതാകാം. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതുമാകാം കേട്ടോ. ഇപ്പം ഇന്ന് പകലെല്ലാം ഒരുമിച്ചിരുന്നിട്ട് വൈകുന്നേരങ്ങളിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ആ പോകുന്ന ആളുകളുടെ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് അവരുള്ളപ്പോഴുള്ളൊരു ഹാർമണി എന്താണെന്ന് മനസ്സിലാകുന്നത്. ആ വേർഡ് തന്നെയാണ് ഹാർമണി. അതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ചുള്ള സമയങ്ങൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് കേട്ടോ. മൂന്നാമത്തെ കാർഡ് സ്ലോയിങ് ഡൗൺ ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണിത്. ഇവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റുകൾ കിട്ടുമെന്നാണ്. നിങ്ങൾ എന്താണോ ജീവിതത്തിൽ മൂല്യമുള്ള കാര്യങ്ങളെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ മൂല്യമുള്ളെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ പതുക്കെങ്കിലും നിങ്ങളിലേക്ക് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന കാര്യം, അത് പണമായിരിക്കാം, ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം, വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു, നിങ്ങൾ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമായിരിക്കും, ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളിലേക്ക്, പണമാവാം, അത് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വന്നു ചേരുമെന്നാണ്. അപ്പോൾ കാത്തിരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് പണമാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാകാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട വീട്ടിലെ ഒരു ഫേർണിച്ചർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊരു ഒരു ഗസ്റ്റ് ആവാം.
വളരെ വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ തോന്നുന്ന ചില കാര്യങ്ങളാവും. എന്തോ ഒന്ന് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം കാത്തിരുന്ന ഒരു കാര്യം വരുന്നുണ്ട്. പണം കാത്തിരിക്കുന്നവർക്ക് ഇന്ന ദിവസം പണം വരാൻ സാധ്യതയുണ്ട്. ജോലി കാത്തിരിക്കുന്നവർക്ക് ഇന്ന് ജോലി ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരിക്കുക, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. എല്ലാ പ്രതീക്ഷകൾക്കും ഉത്തരവുണ്ട്, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ട്, എല്ലാ മാനിഫെസ്റ്റേഷൻസിനും ഉത്തരവുണ്ട്. പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പ്രതീക്ഷയോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുക, വരിക തന്നെ ചെയ്യും. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മെൻ്റൽ പ്രഷറായിരിക്കാം. ചില കാര്യങ്ങൾ സംഭവിക്കുമോ എന്നോർത്തിട്ടുള്ള മെൻ്റൽ പ്രഷറായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നോർത്തിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കലുഷിതമായ സാഹചര്യം ഉണ്ടല്ലോ, അതാണ് ഈ ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ട്രപ്പീസ് കളിക്കാർ ഊഞ്ഞാലാടത്തില്ലേ, വീഴുവോ എന്നുള്ള പേടിയിലായിരിക്കുമല്ലോ. കാണുന്ന നമുക്കും ആകാംക്ഷ, ക്യൂരിയോസിറ്റി, ഈ ആടുന്നവർക്കും ടൈമിംഗ് ആണ്, ഫുള്ള് ടൈമിങ്ങിലുള്ള പരിപാടിയാണിത്. ഇത് ഇവർക്കറിയാം, ഇതിൻ്റെ നമ്മളാണ് പേടിക്കുന്നത്, ഇവർ വീഴുവോ എന്നുള്ളത്. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവർ പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ്, താഴെ വല കെട്ടി പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ ഇവർക്ക് കറക്റ്റ് ടൈമിങ്ങും അറിയാം. ഇവർ നല്ലതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. വീഴുമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചിട്ട് വീഴാതിരിക്കും, നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ചുറ്റുമുള്ള ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അവർ നിങ്ങൾക്കെതിരെ പല പരിപാടികളും നടത്തുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കാണത് മനസ്സിലാവാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇന്ന് കുറച്ചൊന്ന് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ സംഘർഷം തോന്നുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഈ ടോട്ടാലിറ്റിയുടെ കാർഡ് പറയുന്നത്. ചുറ്റുമുള്ള ആളുകൾ നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലോയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ലവ് വരുന്നു, അല്ലെങ്കിൽ മുമ്പ് പിണഞ്ഞു പോയിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരുപാട് കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെൻഷൻ അടിച്ച് ഒരു പരുവായി കാണും. എന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ ശരിക്കൊന്ന് സമാധാനപൂർണ്ണമായ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓളത്തിനങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന ദിവസം ഒരു പുതിയ അവയർനെസ്, ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഇന്ന് ഒരു അവേക്കനിങ്ങിലേക്ക് വരുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരാളോടൊരു ക്രഷ് തോന്നുന്നതാവാം, നിങ്ങളോട് തോന്നുന്നതാകാം, നിങ്ങൾക്ക് തോന്നുന്നതാകാം. അല്ലെങ്കിൽ പഴയ ആളുകൾക്ക് നിങ്ങളോട് ഇപ്പോഴും ഒരു താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാകാം. പിണങ്ങിപ്പോയ കൂട്ടുകാരാകാം, പണ്ടത്തെ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടിരുന്ന ആളുകൾ ആവാം. അതിപ്പോൾ ഇന്നയാൾ വേണം എന്നൊന്നുമില്ല, അച്ഛനാകാം, അമ്മയാകാം, ബ്രദറാകാം, സിസ്റ്ററാകാം. ഇനി റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആളാകാം, കൂട്ടുകാരാകാം, ആരും ആകാം കേട്ടോ. അവർക്കിപ്പോഴും നമ്മളോട് പിണക്കമൊന്നുമില്ല, നല്ല സ്നേഹം തന്നെയാണെന്ന് അറിയുന്നതാകാം. അങ്ങനെയുള്ളൊരു പുതിയ ലവ് അവേക്കനിങ് ആകാൻ സാധ്യതയുണ്ട്, സ്പിരിച്വൽ അവേക്കനിങ് ആകാനും സാധ്യതയുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇന്ന ദിവസം വളരെ വളരെ പോസിബിലിറ്റി ഉള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രഗ്നൻസി ആണെന്ന് അറിയുന്നതാവാം, കുഞ്ഞുങ്ങളുണ്ടായി, ആർക്കെങ്കിലും ബേബി ഉണ്ടായി എന്നറിയുന്നതാകാം, അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഫ്ലോ എന്ന് പറയുന്ന കാർഡ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് നോക്കാം. ഫ്ലവറിങ് ആണ്, അപ്പോൾ പൂത്തൊലയുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്നറിയാമോ, നമ്മളെ വളരെയധികം സ്നേഹിക്കുകയും നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിചാരിക്കുകയും നമ്മൾ അവർക്ക് വേണ്ടി അകമഴിഞ്ഞ് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നതാണ് ഈ ഫ്ലവറിങ് എന്ന് പറഞ്ഞാൽ. അകമഴിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അകമഴിഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് നമുക്കുള്ളതെല്ലാം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് കരുതി വെക്കുന്നു എന്നുള്ളതാണ്. അത് കാത്തിരിക്കുക എന്നുള്ളൊരു കാർഡ് തന്നെയാണ് ഈ പറഞ്ഞ ഫ്ലവറിങ് എന്ന് പറഞ്ഞ കാർഡ്. അതുപോലെ ഇതിനകത്ത് ഇത് വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ലേഡി, ഒരു ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണുന്നത് ഈ ഫ്ലവറിങ്ങിൻ്റെ കാർഡ്. വെൽത്തി, വളരെ ധാരാളം പണമുള്ള ഒരാൾ, മച്ചുറായിട്ടുള്ള ഒരു ലേഡി, കുറച്ച് പ്രായമുള്ള മച്ചുറായ ഒരു ഫെമിനിൻ എനർജിയാണ് ഈ ഫ്ലവറിങ്ങിനെ കുറിച്ച് പറയുന്നത്. അവർ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം, ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാകാം, അവർ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യ സ്വത്തിന് കാവലിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ പുതിയ പുതിയ അസറ്റുകൾ മേടിക്കുകയാണ്. ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടോ വസ്തുവോ പിന്നെ ഇങ്ങനെ കാറോ വണ്ടിയോ ആഭരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് വാങ്ങിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അതിന് വേണ്ടിയിട്ട് പണം സ്വരുക്കൂട്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടും. അതായത്
ഇന്ന് നിങ്ങൾക്ക് കാത്തിരുന്ന പണമാണ്. ഇതും കാത്തിരുന്ന പണമാണ് കേട്ടോ. കാത്തിരുന്ന പണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ വളരെ വെൽത്തി ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ പോലും നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. കാരണം ആ പണം നിങ്ങൾക്കറിയാം പണത്തിൻ്റെ മൂല്യം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങളത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഒരാളാണ്, പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, ഒരു മച്ചുവർ ലേഡി ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുവാണെങ്കിൽ അതും സാധ്യമാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് അതിഭീകരമായ രീതിയിൽ മാനിഫെസ്റ്റേഷൻ പവറുള്ള ദിവസമാണെന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നിങ്ങൾ കിട്ടിയിട്ടുള്ള സർവമാന നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇന്ന് നല്ലൊരു ദിവസം തന്നതിന് നന്ദി. എനിക്കിന്നേ ദിവസം വളരെ മനോഹരമായി കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്നതിന്, ശബ്ദം കേൾക്കാൻ പറ്റുന്നതിന്, നടക്കാൻ പറ്റുന്നതിന്, ഓടാൻ പറ്റുന്നതിന്, ചിരിക്കാൻ പറ്റുന്നതിന്, നല്ല മക്കളെ തന്നതിന്, നല്ല വീട് തന്നതിന്, എന്തൊക്കെയുണ്ടോ സൗഭാഗ്യങ്ങൾ അതിനെല്ലാം നന്ദി പറയുക. ഇനി എന്തൊക്കെ നിങ്ങൾക്കില്ലയോ അതൊക്കെ ഉണ്ട് എന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് അത് തന്നതിന് നന്ദി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഓക്കെ, മാത്രമല്ല ഇന്ന് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പിന്നെ ഒരുപാട് കഴിവുകളുള്ള, പലവിധമായ കഴിവുകളുള്ള ആളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ പല കഴിവുകളിലും ഒരുപാട് കഴിവുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നും രണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുമായിരിക്കും, മാറ്റി വെച്ചേക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഴിവിനെ എടുത്ത് പുനരുപയോഗിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് എന്ത് ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ന് സ്പിരിച്വൽ ലൈഫിനെയും മെറ്റീരിയൽ ലൈഫിനെയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റും. വളരെ സന്തോഷകരമായിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളിലേക്ക് വന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് എക്സിസ്റ്റൻസിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗൈഡൻസ് ആണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഗൈഡൻസ് കാർഡും പിന്നെ വേറെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് പോകുന്നുണ്ടാവും, പുതിയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ പെടുന്നുണ്ടാവാം, നിങ്ങളുടെ ഒരു മെൻറ്ററിനെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടാവാം. അങ്ങനെ പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും വീണ്ടും ഈ ഗോസിപ്പ് മോങ്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ ഇത് ടോട്ടാലിറ്റി കാര്യം പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ ആരാധനാലയങ്ങളിൽ പോകാൻ സാധ്യതയുള്ള ഒരു കാർഡ് കൂടിയാണ്. പള്ളിയിലാവാം, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ പോകാൻ സാധ്യതയുള്ള കാണുന്നുണ്ട്. അവിടെ ചിലപ്പോൾ നിങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലാണെങ്കിൽ പൂജാരിയോടായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ വികാരിയച്ഛനോടായിരിക്കും. ചിലപ്പോൾ കുമ്പസാരിക്കുന്നതാകാം കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയുന്നതാണ്, കുമ്പസാരിക്കുന്നതാകാം. എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ മതപുരോഹിതനോട് ചോദിക്കുന്നതാകാം. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തുന്നതാവാം. നിങ്ങൾ ഇന്നൊരു ഗൈഡൻസോ ഒരു കൗൺസിലിങ്ങോ എടുക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഗൈഡൻസ് പറയുന്നത്. അതുപോലെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യാനും കൊളാബറേഷനും ഒക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് അഡ്വഞ്ചറിൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് ഒരു ആഗ്രഹമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് എന്ത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള മേഖലകളിലൂടെ പോയാലും ശരി, എന്ത് റിസ്ക് എടുത്താലും ശരി, ഇനി ഒരിക്കൽ കൂടി അത് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല, ഏതറ്റം വരെ പോയാലും ഞാനത് നേടും എന്ന് ആഗ്രഹിച്ച് അതിനെ വളരെ സ്നേഹത്തോടെ ആരാധനയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണിത്. അത് മോസ്റ്റ് പ്രോബബ്ലി ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ തൊട്ട് മുമ്പ് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയായിരിക്കാം. കുറേ നാളുകൊണ്ട് നിങ്ങളത് വിട്ടുകളഞ്ഞായിരിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് ഹീലായി വന്നിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് വീണ്ടും അതിനോട് ഭയങ്കരമായ അഭിനിവേശം തോന്നാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് ഒരു വ്യക്തിയായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, നിങ്ങളുടെ ഒരു പാഷനായിരിക്കാം. വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയൊരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അതൊരു പേഴ്സൺ ആകാനാണ് സാധ്യത. ഓക്കെ, അവരോട് വല്ലാത്തൊരു അഭിനിവേശം ഇന്നേ ദിവസം തോന്നാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ബേർഡൻ ആണ്. ഇത് ഒരു ആള്, ആ ആളിൻ്റെ പുറത്ത് വേറൊരാൾ, അയാളുടെ തലയിൽ ഒരു കോഴി. ഇവരൊരു യാത്ര പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാളെ സംബന്ധിച്ച് എന്തായിരിക്കും ആഗ്രഹം? ഈ മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് താഴെ ഇറങ്ങിയായിരുന്നെങ്കിൽ എനിക്കൊന്ന് ശ്വാസം വിടാമായിരുന്നു എന്നല്ലേ. അതായത് ഇയാളിപ്പോൾ നിൽക്കുന്നത് വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ്. അയാൾക്ക് പോകേണ്ടത് മറ്റൊരു കലുഷിതമായ സാഹചര്യത്തിലേക്കായിരിക്കും. പക്ഷേ ഇയാൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഭാരം എല്ലാം ഇറക്കി വെച്ചിട്ടൊന്ന് സമാധാനമാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരത്തേക്ക് പോകാൻ പറ്റും.
നിങ്ങൾ വളരെ മെൻ്റലി ഭയങ്കര ട്രോമാറ്റിക് ആണ്, ഒരു ടേർബുലൻ്റ് ആയ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കിന്ന് സമാധാനമുള്ള ഒരിടത്തേക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ ചിന്തകൾ ചിലപ്പോൾ മാറും. ചിലപ്പോൾ നിങ്ങളിവിടെ ഗൈഡൻസ് ഒക്കെ കിട്ടിയേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഗൈഡൻസ്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒരാളോട്, ഒരു മെൻറ്ററിനോട് നിങ്ങൾ പറയുമ്പോൾ അയാൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ഗൈഡൻസ് തരും. അപ്പോൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് മനസ്സിലാവുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും. നിങ്ങളുടെ മനസ്സിലെ ആ ഭയങ്കരമായ രൂക്ഷമായ വേദന, വിഷമം, ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്സ് അതൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്കൊന്ന് കൂളായിരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് വളരെ സമാധാനപൂർണ്ണമായിട്ടിരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം മടി പിടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പേര് ഫ്ലവറിങ് ഒക്കെ ഉണ്ട്, പണത്തിന് കാത്തിരിക്കുന്നവർക്ക് പണം വരുന്നതായിട്ട് പറഞ്ഞു. പിന്നെ മാനിഫെസ്റ്റേഷൻ്റെ വളരെ മാനിഫെസ്റ്റേഷൻ കഴിവുള്ള ദിവസമാണ് ഇന്ന്. എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കുമെന്ന് പറഞ്ഞു. ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇന്ന് ഗോയിങ് വിത്ത് ദ ഫ്ലോ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ എക്സോഷൻ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും മനസ്സിനുള്ളിനുള്ളിൽ എന്തോ ഒരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്തോ നടക്കുമോ, എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് താഴെ വന്നിരിക്കുന്നത് ഫ്രണ്ട്ലിനെസ് ആണ്. അപ്പോൾ ഫ്രണ്ട്ലിനെസ് എന്ന കാർഡ് 2 ഓഫ് കപ്പാണ്. ഓക്കെ, 2 ഓഫ് കപ്പും 3 ഓഫ് കപ്പും സെലിബ്രേഷൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് ചിലപ്പം നിങ്ങൾ എവിടെയെങ്കിലും സെലിബ്രേഷന് വേണ്ടി പോകുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു പാർട്ടിക്കായിരിക്കാം, കല്യാണത്തിനാകാം, എന്തോ ഒരു സെലിബ്രേഷന്, ചിലപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെ ആവാം, പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ ഓർത്ത് പേടിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തോ ആ ഒരു പേടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സെലിബ്രേഷന് പോകുമ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെ കാണുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പേടി. അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാം എവറിത്തിങ് വിൽ ബി ഫൈൻ, സ്മൂത്ത്. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ലത് വരും എന്ന് വിചാരിക്കുക. അപ്പോൾ നല്ലത് തന്നെ വരും. നമ്മൾ ശരിയാണ്, ഒരു പ്രശ്നം മനസ്സിലേക്ക് വന്നു കയറിയാൽ അതിനെ ഓവർകം ചെയ്യാൻ വളരെ പ്രയാസമാണ്. പോസിറ്റീവായിട്ടിരിക്കാൻ പറയാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ അത് പോസിബിലിറ്റിയിലോട്ട് അല്ലെങ്കിൽ അത് നടപടിയാക്കി കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമാണ്. ശരിയാണ്, പക്ഷേ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ, നല്ലത് മാത്രം സംഭവിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നല്ലത് മാത്രം വരും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് എന്താണ് ഗൈഡൻസ് ഫ്രം ദ ഏഞ്ചൽസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ്, നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളോട് എന്താണ് പറയുന്നത്? മക്കളെ, ഇതുവഴിയിൽ അങ്ങോട്ട് പോകൂ എന്ന് പറയുമല്ലോ. അപ്പോൾ ഇന്ന് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ഏഞ്ചൽ ഓറക്കിൾസ് വളരെ പവർഫുള്ളാണ് കേട്ടോ, വളരെ വളരെ പവർഫുള്ളാണ്. നോക്കാം എന്താണ് ഫസ്റ്റ് ഗൈഡൻസ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഓക്കെ, മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാനാണ്. ഇവിടെ ഞാൻ 2 കാർഡ് പറഞ്ഞല്ലേ. ഗൈഡൻസിനകത്ത് നിങ്ങൾ മറ്റൊരാളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇവിടെയും പറഞ്ഞു ബേർഡൻ, അത് നിങ്ങൾ താഴ്ത്തിറക്കി വെച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരാളോട് ഹെൽപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാവുമെന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. എന്ത് കാര്യമായാലും മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. ഇന്ന് നിങ്ങൾക്ക് സഹായം യൂണിവേഴ്സ് ആളുകളുടെ രൂപത്തിൽ തരുമെന്നാണ് പറയുന്നത്. അൺലൈക്ലി, ചിലപ്പോൾ നിങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട്, അസാധാരണമായിട്ട്, ഒരിക്കലും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം സംഭവിക്കാൻ ആണ് സാധ്യത. നോ നീഡ് ടു വറി. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തന്നെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ലാസ്റ്റ് ഒരു കാർഡ് കൂടെ എടുക്കാം. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കെല്ലാം മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഓക്കെ, അടുത്തത് ലവേഴ്സിനുള്ള ഓർക്കിൾ നോക്കാം. ലവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം ഉള്ളത് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ലവേഴ്സിന് ഇന്ന് യൂണിവേഴ്സ് വരുന്ന ഗൈഡൻസ്? വർത്ത് വെയിറ്റിംഗ് ഫോർ. ഓക്കെ, അപ്പോൾ വിട്ടിട്ട് പോകണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. നിങ്ങളുടെ സമയത്ത്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ സമയത്തിനുള്ള വർക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ യു ആർ വർത്ത് വെയിറ്റിംഗ് ഫോർ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്നാണ് കേട്ടോ.
റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം റിയൽ ആണ്. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് വിചാരിക്കേണ്ട, അതൊക്കെ റിയൽ ആണ് കേട്ടോ. ഫ്ലേർട്ട് ചെയ്യാനാണ് പറയുന്നത്, എന്ന് വെച്ചാൽ കാണുന്നവരോട് പോയി ഫ്ലേർട്ട് ചെയ്യാനല്ല. ഫ്ലേർട്ടിനെസ് എന്ന് വെച്ചാൽ ഫണ്ണി ആയിട്ട്, കാര്യങ്ങളെ സില്ലി ആയിട്ട്, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുത്ത് എല്ലാവരോടും ആ ഒരു എനർജിയിൽ നിൽക്കാനാണ് പറയുന്നത്. ഫർഗിവിങ് ആൻഡ് ലേണിംഗ് പറയുന്നുണ്ട്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ ഹീൽ ചെയ്ത് എന്തോ ഒരു പ്രശ്നം കൊണ്ടാണല്ലോ ഹീൽ ചെയ്യപ്പെടാതെ ഇങ്ങനെ അലഞ്ഞ് നടക്കേണ്ടി വരുന്നത്, വേദനിച്ച് നടക്കേണ്ടി വരുന്നപ്പോൾ അതിനെ ഹീൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് മൊമെൻറ്റ് കുറച്ചും കൂടെ ഈസി ആകും, കുറച്ചും കൂടെ സ്മൂത്ത് ആകും. അപ്പോൾ അതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.